തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടരുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്നതാണ് പ്രാഥമിക കണ്ടെത്തൽ. ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGMCTA പ്രതിഷേധം സംഘടിപ്പിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാകും. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവിടെ പുരോഗമിക്കുമ്പോഴും വലിയ പ്രക്ഷോഭങ്ങളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷവും ഡോക്ടേഴ്സുമൊക്കെ കടക്കുകയാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. ജിൽസി, കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് യൂറോളജി വിഭാഗത്തിലെ മാത്രം പ്രശ്നമല്ല, ഉപകരണക്ഷാമം മറ്റ് പല വകുപ്പുകളിലുമുണ്ട്. അവരാരും തുറന്നു പറയാൻ മടിക്കുന്നത് ഭയം കൊണ്ടാണ് എന്നുള്ള ഒരു ആരോപണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിരുന്നു. അക്കാര്യത്തെ ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയ വിദഗ്ധ സമിതിയുടെ അന്വേഷണം. വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടങ്ങി ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ എല്ലാ വകുപ്പുകളിലെയും വകുപ്പ് മേധാവിമാർ തങ്ങളും സമാനമായിട്ടുള്ള പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് ഈ പറയുന്ന വിദഗ്ധ സമിതിയെ അറിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം എല്ലാ വകുപ്പുകളിലും ഉണ്ട് എന്നുള്ള കാര്യമാണ് വകുപ്പ് മേധാവിമാർ പറയുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കപ്പെടണം. പലതരത്തിലുള്ള നൂലാമാലകൾ കടന്നുകൊണ്ടാണ് ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നത്. അതുമാത്രവുമല്ല, മെഡിക്കൽ കോളേജിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഭാഗത്ത് നിന്ന് പലവിധങ്ങളായിട്ടുള്ള അവർക്ക് പരിമിതികളുണ്ട്. അവർക്കുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റി കാര്യങ്ങളെ കൂടുതൽ സുതാര്യമാക്കണം, കൂടുതൽ എളുപ്പമാക്കണം. ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് ഉപകരണങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലടക്കം വീഴ്ചകൾ ഉണ്ടാകുന്നത്. ആശുപത്രി വികസന സമിതിയുടെ ഭാഗത്ത് നടക്കമുള്ള ചില കാര്യങ്ങളിലെ ഇടപെടലുകളിൽ പോലും ചില ഡോക്ടർമാർക്ക് അതൃപ്തിയുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വിദഗ്ധ സമിതി നടത്തിയ ഈ പറയുന്ന കാര്യങ്ങൾ ചോദിച്ചറിയുന്ന വേളയിൽ എല്ലാ വകുപ്പ് മേധാവിമാരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഒരാഴ്ചയ്ക്കകം ഈ അന്വേഷണം നടത്തുന്ന വിദഗ്ധ സമിതി ആരോഗ്യമന്ത്രിക്ക് DMEക്കും റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഒരുപക്ഷെ ഒരു അച്ചടക്ക നടപടിക്കോ അല്ലെങ്കിൽ ഒരു താക്കീതിനോ ഡോക്ടർ ഹാരിസിനെതിരായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നടപടിയിലേക്ക് പോയാൽ KGMCT അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് ദിനമാണ്. ഡോക്ടേഴ്സ് ദിനമായി ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് KGMCTയെ അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ആവശ്യമുണ്ട്. അവരുടെ മറ്റ് ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുക, മറ്റ് ശമ്പള കുടിശ്ശിക, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുക, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഡോക്ടർമാരെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകുന്ന നടപടിയിലേക്ക് കടക്കണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ KGMCTയെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വെളിപ്പെടുത്തലിന് പിന്നാലെ ഡോക്ടേഴ്സ് ദിനമായി ഇന്ന് മറ്റ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി പ്രതിഷേധ ദിനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുമ്പിൽ ആചരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എല്ലാ ഡോക്ടർമാരും വിവിധ വകുപ്പുകളിലെ മേധാവിമാരും ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ തങ്ങൾ നേരിടുന്നുണ്ട് എന്ന് വിദഗ്ധ സമിതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.